നമസ്തേ. മാനസാന്തരം എന്ന് പറയുന്ന പദം കൂടുതലും ഉപയോഗിച്ചു വരുന്നത് ക്രിസ്തുവിശ്വാസികളുടെ ഇടയിലാണ്. എന്താണ് ഈ മാനസാന്തരം? യഥാർത്ഥത്തിൽ മാനസാന്തരം വരുന്ന ഒരു വ്യക്തിയിൽ വലിയൊരു പരിവർത്തനമാണ് നടക്കുന്നത്. അതാണ് കൂടുതലും ക്രിസ്തുമത വിശ്വാസികൾ മാനസാന്തരത്തിന് അതിപ്രധാനം കൽപ്പിക്കുന്നത്. അതായത് ഒരാളുടെ ജീവിതത്തിൽ അയാൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പ്രവൃത്തിയിൽ പലതരത്തിലുള്ള കർമ്മഫലങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇവിടെ കർമ്മഫലം എന്ന് ഉദ്ദേശിക്കുന്നത് അയാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വന്നു പോകുന്ന അതിൻ്റേതായ ഫലമാണ് ഇവിടെ കർമ്മഫലം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ അയാൾ ചെയ്തു പോകുന്ന എല്ലാ പ്രവൃത്തികളിലും നല്ല വശവും ചീത്ത വശവും ഉണ്ടായിരിക്കും. അതായത് തിന്മ, നന്മ, ദ്രോഹം, പലവിധ പാപപ്രവൃത്തികൾ, ഇതിൽ നിന്നെല്ലാം വന്നു ചേരുന്ന ക്ലേശകരമായ ജീവിത അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ജീവിതത്തെ ആകെ താറുമാറാക്കും. കാരണം അയാൾ വിചാരിക്കുന്ന ഒരു നല്ലൊരു ജീവിതം ഈ പ്രവൃത്തികളിലൂടെ വരുന്ന കർമ്മദോഷങ്ങൾ അനുവദിക്കില്ല. ഒന്നിലെ അയാൾ അറിഞ്ഞുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത്. ചിലപ്പോൾ അറിയാതെ പോലും ഇങ്ങനെയുള്ള ദോഷകരമായ പ്രവൃത്തികൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്ങനെയൊക്കെ തന്നെ ആയാലും കർമ്മഫലം അയാൾ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത് താൻ ചെയ്ത കർമ്മഫലം താൻ തന്നെ അനുഭവിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തി രണ്ട് രീതിയിലുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അയാൾക്ക് മാനസാന്തരം വരാൻ സാധ്യതയുണ്ട്. അതുവരെയും അയാൾക്ക് എന്താണ് മാനസാന്തരം എന്നറിയില്ല. കാരണം എന്താ, അയാൾ ചെയ്യുന്ന പ്രവൃത്തി അയാൾക്ക് ശരിയെന്ന് തോന്നുന്നത് കൊണ്ട് അയാൾ അത് നന്മയുടെയായാലും തിന്മയുടെയായാലും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നതായാലും ഇതൊന്നും അതിൻ്റെ ദോഷഫലങ്ങൾ മനസ്സിലാക്കാതെ അയാളങ്ങനെ ചെയ്തു പോകുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഏതെങ്കിലും രീതിയിൽ മാനസാന്തരപ്പെടാൻ, അതായത് താൻ ചെയ്ത കർമ്മങ്ങളിൽ മറ്റുള്ളവർക്കും തനിക്കും ഒക്കെ ദ്രോഹമുണ്ടെന്നുള്ള ആ ഒരു ബോധം എപ്പോൾ ജനിക്കുന്നുവോ തത്സമയം മാനസാന്തരപ്പെടാൻ അയാൾ തയ്യാറാവും. അയാൾക്ക് ആ കുറ്റബോധം തോന്നണം. ഞാൻ ചെയ്ത കർമ്മങ്ങളിൽ പലർക്കും അതുകൊണ്ട് പലവിധ വിഷയങ്ങൾ, പലവിധ ദ്രോഹങ്ങളും ദുഃഖങ്ങളും ഞാൻ മുഖാന്തരം ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവ് വരുമ്പോൾ ആ സമയത്ത് അയാൾക്ക് മാനസാന്തരം വരാൻ സാധ്യതയുണ്ട്. എല്ലാവരുടെ കാര്യമല്ല പറയണേ. മറ്റൊരു വിഭാഗം ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും നിന്നും താൻ ചെയ്ത കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ വരുന്ന പലവിധ ക്ലേശങ്ങൾക്ക്, പലവിധ ദുഃഖങ്ങൾക്കും ഒക്കെ കാരണമുണ്ടാവുന്ന പലവിധ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അവിടെയൊക്കെ ഇയാൾ പകച്ചു നിൽക്കുന്നതും അതിനൊക്കെ എങ്ങനെ തരണം ചെയ്ത് പോകണമെന്ന് അറിയാതെയോ അറിഞ്ഞും അതിനൊക്കെ ശ്രമിച്ചാലും അയാൾക്കതിന് കഴിയാതെ നിൽക്കുന്ന ഒക്കെ ഒരു സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആത്മപരിശോധന ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നാൽ ആ സമയം ഒരു പക്ഷേ അയാൾ മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ട്. അതുവരെയും താൻ ചെയ്ത കർമ്മഫലങ്ങളുടെ അനന്തരഫലമാണ് താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാതെ വളരെ ആത്മഹത്യ പോലും ചെയ്യാൻ തുന്നി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മഹത് വ്യക്തിയുടെ ഉപദേശങ്ങളോ ഇടപെടലുകളോ ഉണ്ടായാൽ ആ നിമിഷം അയാളിൽ മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ പ്രസക്തി.
ഈ മാനസാന്തരപ്പെടുന്നതിന് ഇങ്ങനെ പകച്ചു നിൽക്കുന്നവിടത്ത് യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് ഇയാളിൽ ഒരു മാറ്റം വരുത്താൻ കഴിയും. ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ മഹത്വം മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഈ വചനങ്ങൾ ശ്രവിച്ച് അയാളിൽ ഒരു പരിവർത്തനം വരുമ്പോൾ അയാൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറുകയെന്ന് ചെയ്യാം. അതായത് അയാളിലേക്ക് അയാൾ തിരിഞ്ഞ് അയാൾ ചെയ്ത കർമ്മങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ തനിക്കും അന്യർക്കും പലവിധ ദ്രോഹങ്ങൾ ചെയ്തതായിട്ടുള്ള ഒരു തിരിച്ചറിവ് അയാൾക്ക് വരികയും അയാൾ അത് യേശുക്രിസ്തുവിലൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഹൃദയശുദ്ധി വരുത്തുകയും പിന്നീട് അയാൾ പഴയ ജീവിതത്തിലേക്ക് പോകുന്നില്ല. പോകാതെ ഇരിക്കാൻ വേണ്ടി യേശുക്രിസ്തു വിഭാവനം ചെയ്ത പരിശുദ്ധാത്മാവ് അയാളിൽ പ്രകടമാവുകയും അയാൾ പിന്നീടുള്ള ജീവിതത്തിൽ അങ്ങനെയുള്ള, അതായത് നേരത്തെ ചെയ്തു പോയ ജീവിത സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഉണ്ടായ പോലെയുള്ള അനുഭവങ്ങൾ വീണ്ടും ഉണ്ടാകുമ്പോൾ അവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ആ അവസ്ഥകളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും ഈ പരിശുദ്ധാത്മാവ് ഇടപെടും. ഇത് ഇയാൾ തിരിച്ചറിയുകയും ചെയ്യും. അങ്ങനെ ഈ പരിശുദ്ധാത്മാവ് തന്നിൽ പ്രകടമാകുന്നുണ്ടെന്നും സത്യത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നും ഇയാൾക്ക് മനസ്സിലാവും. ഇത് ഈ മാനസാന്തരം വഴി വന്നതാണ്. എന്നാൽ മാനസാന്തരപ്പെടുന്നതോ ക്രിസ്തുവിൻ്റെ ഈ വചനങ്ങൾ വഴിയാണ്. അതിനൊരു നിയോഗം ഉണ്ടാവണം. അതൊരു ദൈവിക ഇടപെടലായിട്ടാണ് ആ മനുഷ്യൻ കാണുന്നത്. ഇങ്ങനെ അയാളിൽ ദൈവവിശ്വാസം ദൃഢമാവുകയും പിന്നെ ഏത് കർമ്മം ചെയ്യുമ്പോഴും അയാളുടെ ഉള്ളിൽ ഈ തിരിച്ചറിവ് ശരിയും തെറ്റും ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റിനെ നീക്കി ശരിയുടെ പക്ഷത്ത് നിൽക്കുകയും സത്യം അയാൾ തിരിച്ചറിയുകയും ചെയ്യും. ഇങ്ങനെയാണ് മാനസാന്തരപ്പെടുന്ന ഒരു യഥാർത്ഥ അവസ്ഥ. ഇത് ആരിലും എപ്പോഴും വേണമെങ്കിൽ സംഭവിക്കാം. എന്നാൽ യേശുക്രിസ്തുവിലൂടെ മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെടുന്ന ഒരു ആത്മാവിൻ്റെ ഉടമയ്ക്ക് പിന്നീട് പലവിധ പരിവർത്തനങ്ങളും പലവിധ അനുഭവങ്ങളും പല അത്ഭുതകരമായ കാര്യങ്ങളും ചെയ്യാനും കാണാനും പറയാനും മനസ്സിലാക്കാനും മറ്റുള്ളവരെ തന്നെപ്പോലെ ഭൂതകാലങ്ങളിൽ സഞ്ചരിച്ചിരുന്നത് പോലെ സ്വഭാവമുള്ളവരെയൊക്കെ പല നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ ആ വക തെറ്റായ ജീവിതപാതയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും നേരായ സത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിപ്പിക്കാൻ അവർക്ക് കഴിയും. അതിനുള്ള അറിവ് അവരെ ബോധതലത്തിൽ പ്രകാശിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അവർ മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ പൂരിതമായാൽ അവരൊരു പുതിയ സൃഷ്ടിയാവുകയാണ് ചെയ്യുന്നത്. അവർ പഴയ ആളല്ല, ഒരു പുതിയ സൃഷ്ടിയാണ് അവർ. ഇതവർക്ക് അനുഭവവേദ്യ അവർക്ക് തിരിച്ചറിയാൻ കഴിയും. അവരിലെ ആ മാറ്റം തൻ്റെ കൂടെ സഹവർത്തികളായി നിൽക്കുന്നവർക്കും മനസ്സിലാവും. ചിലവർക്ക് മനസ്സിലാവില്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ പോലെയുള്ള ഒരു പാപപകിലമായ ഒരു ജീവിതത്തിൽ നടന്ന് പുണ്യകർമ്മങ്ങൾ ഒക്കെ ചെയ്ത് പല മനുഷ്യരെയും തെറ്റായ ജീവിതപാതയിൽ നിന്ന് രക്ഷിച്ച് നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരികയും തനിക്ക് എങ്ങനെയാണോ മാനസാന്തരപ്പെട്ടത് ആ മാനസാന്തരപ്പെടുന്ന രീതിയിലേക്ക് ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവരുടെ ഈ ഒരു പുതിയ മാറ്റം എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. പക്ഷേ ഇയാളിൽ അപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉള്ളതിനാൽ അയാൾക്ക് അതൊന്നും വിഷയമേ അല്ല. ഭയം അയാളെ തീണ്ടില്ല. അയാൾക്ക് എപ്പോഴും ഒരു പ്രത്യാശ ഉണ്ടാവും. എപ്പോഴും ഒരു നിത്യമായൊരു ആനന്ദം ഉണ്ടാവും, ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. ഈ ലോകത്തിൻ്റെ ജഡികമായ വാസനകളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് പരിപാവനവും പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കണം എന്നുള്ള ഒരു വാസന എപ്പോഴും കൂടെ ഉണ്ടാവും. അതിന് ഈ പരിശുദ്ധാത്മാവ് വേണ്ടുന്ന സഹായം ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനങ്ങളാൽ മാനസാന്തരപ്പെടുന്നവർ
പുതിയൊരു ലോകത്തിലേക്കാണ് കടന്നു വരുന്നത്. അത്രയ്ക്കും പവർഫുള്ളാണ് ക്രിസ്തുവചനങ്ങൾ. ഈ വക വിഷയങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ക്രിസ്തുവചനങ്ങൾ കേൾക്കുവാനോ ആ വചനങ്ങൾ ഹൃദയസ്ഥമാക്കിക്കൊണ്ടൊരു പരിവർത്തനം വന്ന ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ വേഗം മനസ്സിലാവും. അല്ലാത്തവർക്ക് ക്രിസ്തുവിനെയോ ഈ മാനസാന്തരത്തിൻ്റെ പ്രത്യേകതയോ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അത് എൻ്റെ ഒരു അനുഭവം കൂടിയാണ് ഞാനീ പറയുന്നത്. ഒരുപക്ഷെ ഞാനീ പറയുന്നത് ശ്രോതാക്കൾ മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ ഞാനീ പറയുന്നത് സത്യമാണ്. എന്നെക്കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതും ആ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് എന്നിലില്ലെങ്കിൽ എനിക്ക് ഇത്രയ്ക്കും ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാനൊന്നും കഴിയില്ല. ക്രിസ്തുവെക്കുറിച്ച് പറയാൻ അനവധിയുണ്ട്, എത്ര പറഞ്ഞാലും തീരില്ല. അദ്ദേഹം ചുരുങ്ങിയ കൊല്ലങ്ങൾ മാത്രമേ ഭൂമിയിൽ മറ്റുള്ളവരായി സഹവസിച്ചിട്ടുള്ളൂ. പക്ഷേ മഹത്തായ പലതും ഇവിടെ മനുഷ്യകുലത്തിനു വേണ്ടി വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് മതങ്ങളുടെയും ജാതികളുടെയും മറ്റു പല വർഗഭേദങ്ങളുടെയൊക്കെ ഇടയിൽപ്പെട്ട് ക്രിസ്തുവിൻ്റെ ശുദ്ധമായ വചനാമൃതം എന്ന് ഞാൻ പറയുന്നത്, അമൃത് എന്ന് പറഞ്ഞാൽ പുനർജനിക്കുക, അതിന് ശക്തിയുള്ള ഒരു പദാർത്ഥമാണ്. അതുപോലെയാണ് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ. അത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ളതാണ്. എല്ലാവർക്കും ക്രിസ്തുവിനെ അറിയാനുള്ള അവകാശമുണ്ട്. പക്ഷേ നാം അതിനുവേണ്ടി ദാഹത്തോടു കൂടിയും ആവേശത്തോടു കൂടിയും പ്രാർത്ഥനയോടു കൂടിയും ക്രിസ്തുവെ ഹൃദിസ്ഥമാക്കാൻ ശ്രമിച്ചാൽ ഒരുവനെയും അവിടെ നിന്ന് തള്ളിക്കളയില്ല. അവിടെ പാപിയാണോ, നല്ലവനാണോ, സമ്പന്നനാണോ, ദാരിദ്രനാണോ, കുലമാണോ, ഇതൊന്നും നോക്കില്ല. ക്രിസ്തു നോക്കുന്നത് ഹൃദയമാണ്. അവിടത്തേക്ക് പാകപ്പെട്ടൊരു ഹൃദയമാണ്. ഹൃദയപരിവർത്തനമാണ് ക്രിസ്തു വചനങ്ങളിലൂടെ സംഭവിക്കുന്നത്. ജന്മാന്തരങ്ങളായി ഹൃദയത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പാപ ദുരിതങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന സംസ്കാരങ്ങൾ ക്രിസ്തു വചനത്താൽ സംസ്കരിച്ചു കളയുന്നു, ഉന്മൂലനം ചെയ്യുന്നു. അവിടെ പരിപാവനവും പരിശുദ്ധവുമായ ഒരു പുനർജന്മത്തിൻ്റെ വഴി തുറന്നു തരുന്നു. അതിലൂടെയുള്ളൊരു സഞ്ചാരമാണ് പിന്നെ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവെ അറിഞ്ഞിരിക്കുന്ന ക്രിസ്തു വിശ്വാസികൾക്ക്. അവിടത്തെ സ്വീകരിക്കാൻ യാതൊരുവിധ അനുഷ്ഠാനങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ നല്ലൊരു ഹൃദയം വേണം. അതായത് അവിടത്തേക്ക് കടന്നു വരാനുള്ള ഒരു പാകപ്പെട്ട ഒരു ഹൃദയമുണ്ടെങ്കിൽ, ഹൃദയം സമർപ്പണം ചെയ്താൽ, ഹൃദയം തുറന്നു കൊടുത്താൽ ആ ഹൃദയത്തിൽ അവിടെ നിന്ന് വന്ന് വസിക്കും. കൂടെ ഈ പരിശുദ്ധാത്മാവ് ഉണ്ടാവും. പിന്നെ നാം എന്ത് ചെയ്യുമ്പോഴും തെക്കോട്ട് തിരിഞ്ഞാലും വടക്കോട്ട് തിരിഞ്ഞാലും ഏത് സമയത്തും നമ്മെ നേരായ വഴിക്ക് നയിക്കാനായിട്ട് ഈ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാവും. ഇതാണ് ക്രിസ്തുവചനങ്ങളിലൂടെ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന അനുഭവം. നമസ്തേ.